പല ടൈപ്പിലുള്ള ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾ നിങ്ങൾ കണ്ടു കാണും. പക്ഷെ ഇതിലെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡുകളാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ്. നട്ടപ്പാതിരയ്ക്ക് സ്പീഡിൽ വണ്ടി ഓടിച്ചു വരുന്ന മല്ലു സിംഗിനെ കാണിച്ചുകൊണ്ടാണ് ഈ പടം തുടങ്ങുന്നത്. വണ്ടിന്നിറങ്ങിയ മല്ലു സിംഗ് സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന്റെ മുകളിലൂടെ അങ്ങോട്ട് വലിഞ്ഞു കയറാണ്. ഇയാൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്നതൊന്നും ആരും കാണുന്നില്ല കേട്ടോ. അത് നിങ്ങൾ വിശ്വസിക്കണം. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. അത് ശരി. സെക്രട്ടേറിയറ്റിന്റെ പുറത്തുനിന്ന് ഫോട്ടോസ് എടുക്കാനാണ് ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചു വന്ന് ഗേറ്റ് ചാടി അപ്പുറത്ത് കടന്നത്. എടോ, ഇതിലും നല്ല ഫോട്ടോ ഒക്കെ ഇന്റർനെറ്റിൽ നോക്കിയാൽ കിട്ടും. ഇതിനു വേണ്ടിയാണോ ഈ നട്ടപ്പാതിരയ്ക്ക് ഇയാൾ ഇത്രയും ദൂരം വന്നത്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. അങ്ങനെ മല്ലു സിംഗ് എടുത്ത ഫോട്ടോ ഒക്കെ അയാൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ആർക്കോ അയച്ചു കൊടുക്കാണ്. എന്നിട്ട് അയാളുടെ ഫോണില് ആരോടോ ഇങ്ങനെ പറയും, ശരിക്കും ഈ മല്ലു സിംഗ് ആളൊരു ക്യൂട്ട് കുട്ടനാണ്. രാത്രി പതുങ്ങിയിരുന്ന് ഫോട്ടോ എടുക്കുക, ഈ പൂരത്തിനൊക്കെ കിട്ടുന്ന റിമോട്ട് കാറില്ലേ അത് വാങ്ങി നടുറോട്ടിലൂടെ ഓടിച്ചു കളിക്കുക. ഇതൊക്കെയാണ് മല്ലു സിംഗിന്റെ ഹോബി. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാണ് കേട്ടോ. ഇയാള് തീവ്രവാദിയാണ്, കൊടും തീവ്രവാദി. ഈ പ്ലാസ്റ്റിക് ഡപ്പയിൽ ഒരു ഗുണ്ട് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഇതിൽ ഇയാള് ബോംബ് വെച്ച് നടുറോട്ടിലൂടെ ഓടിച്ചു. എന്നിട്ട് ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കി. ഇത്രയും വലിയ ടെററിസ്റ്റ് അറ്റാക്ക് ഒക്കെ നടത്തുന്ന ഇയാളെ പിടിക്കാൻ അവൻ വരികയാണ്. ദുർഗ പ്രസാദ്. നമ്മുടെ ദുർഗപ്രസാദിന് അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അനിയന്റെ പേരാണ് ലക്ഷ്മൺ പ്രസാദ്. ഇതിൽ ഈ ലക്ഷ്മൺ പ്രസാദ് ഒരു IT പ്രൊഫഷണൽ ആണ്, അതുപോലെ അയാൾ ഒരു ബുദ്ധിജീവിയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇയാൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ ചവച്ച് തുപ്പുന്നുണ്ട്. ഇംഗ്ലീഷാണ് ഈ സിനിമയിലെ പ്രധാന ഘടകം. മേലധികാരി ചീത്ത പറയുമ്പോ ഈ ദുർഗപ്രസാദ് രക്ഷപ്പെടുന്നത് ഇംഗ്ലീഷിന്റെ സഹായത്തോടെയാണ്. മനസ്സിലായില്ല അല്ലെ? ദുർഗപ്രസാദിന് അയാളുടെ മുതിർന്ന ഓഫീസർമാരെല്ലാം നിരന്നിരുന്ന് വിമർശിക്കുകയാണ്. അപ്പൊ ദുർഗമെല്ലെ കുറച്ച് ഇംഗ്ലീഷ് അങ്ങോട്ട് എടുത്ത് വാരി വെതറും. അത് മനസ്സിലാവാത്തോണ്ടാണോ അതോ മനസ്സിലായില്ല എന്നുള്ളത് പുറത്ത് കാണിക്കാൻ മടി ആയതുകൊണ്ടാണോ എന്നറിയില്ല. ദുർഗപ്രസാദ് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആരും എതിർത്തൊന്നും പറയില്ല, അല്ലെങ്കിൽ അവര് വിഷയം മാറ്റും. മിസ്റ്റർ ദുർഗപ്രസാദ്, എനിക്ക് അങ്ങയോട് തികഞ്ഞ ബഹുമാനമുണ്ട് സർ. ആൻഡ് ദാറ്റ്സ് മൈ അൺഫ്ലിഞ്ചിങ് commitment to the law. Well, I have no complaints. I'm taking it. It was a highly risky, thoughtlessly adventurous encounter. And you know what happened next? Better you check with the commissioner, sir. Perfectly okay, sir. Most certainly, sir. No, sir. This is righteous indignation. Now tell me, what should I do? Or rather, what should we do? ദുർഗാപ്രസാദ് തന്നെ അന്വേഷണം തുടരട്ടെ, അല്ലേ? ദുർഗപ്രസാദ് മല്ലു സിംഗിനെ പിടിക്കാൻ വേണ്ടി നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് ദുർഗപ്രസാദിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം മല്ലു സിംഗിന്റെ ഒരു രേഖാചിത്രം വരയ്ക്കും. ഇത് മറ്റേ പഞ്ചാബി ഹൗസിലെ സിക്കിന്ദർ സിംഗ് അല്ലേ? ഇയാളും ഈ കേസും തമ്മിൽ എന്താണ് ബന്ധം? കൊള്ളാം, നല്ല ഇൻവെസ്റ്റിഗേഷൻ. ദുർഗപ്രസാദിന്റെ അനിയൻ ലക്ഷ്മൺ പ്രസാദിന് ഒരു ലവർ ഉണ്ട്. അവരുടെ ഇൻട്രോ മ്യൂസിക് ആണ് ഇത്. ഈ റൊമാൻറ്റിക് നിമിഷങ്ങളൊന്ന് കളറാക്കാൻ ഒരു കിടുക്കാച്ചി പാട്ടായാലോ? ഊബ 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 എന്ന് പറയാം. ഇയാള് മാഴ്സൂപ്പിലാമി ഒന്നല്ലല്ലോ. മല്ലു സിംഗിന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ഇയാളാണ്. ദ അപ്കമിങ് ടെറർ സ്കറിയ. ഇയാൾ എന്നിൽ കുറ്റം ആരോപിക്കാണ് സർ. ഇനിയാണ് നമ്മുടെ മെയിൻ ഗുണ്ടയുടെ എൻട്രി, മുജീബ്. മുജീബാണ് ഈ സിനിമയുടെ പ്രധാന ഘടകട്ടോ. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ പുരോഗമിക്കുന്നതിന്റെ ഇടയിൽ പള്ളിയിൽ ഒളിച്ചിരിക്കുന്ന മുജീബിനെ പിടികൂടാൻ ദുർഗപ്രസാദും സംഘവും പറന്നെത്തും. അപ്പോഴാണ് കഥയിലെ മെയിൻ വില്ലന്മാരിൽ ഒരാളായ ബീരാൻകുട്ടി സാഹിബ് ദുർഗയോട് നല്ല തീപ്പൊരു ഡയലോഗൊക്കെ പറയുന്നത്. ഈ സീനിന്റെ ഹൈലൈറ്റ് ഈ ഡയലോഗൊന്നുമല്ല, അതാ അങ്ങോട്ട് നോക്കൂ. അവിടെ ബീരാൻകുട്ടി സാഹിബിന്റെ തൊട്ടടുത്തായി ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോസപ്പിന്റെ പരസ്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? തലസ്ഥാനം കത്താൻ പോവുകയാണ് ദുർഗപ്രസാദ്. നല്ല തണ്ടല്ലുള്ളവനാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കടാ.
ദുർഗപ്രസാദും ടീമും കൂടി നമ്മുടെ പാവം മുജീബിനെ അടിച്ച് പഞ്ഞിക്കിടുകയാണ്. അതിന്റെ ഇടയിലാണ് അനിയൻ ലക്ഷ്മൺ പ്രസാദ് ദുർഗപ്രസാദിന് അവന്റെ കയ്യിലുള്ള അതേപോലത്തെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്. അതെ, ഞാൻ എന്റെ ഫോൺ മാറ്റി വാങ്ങാൻ പോവുക. എടാ, എന്റെയും നിന്റെ ഒരേ മോഡൽ ഫോൺ ആയതുകൊണ്ട് എനിക്കെപ്പോഴും മിസ്റ്റേക്ക് പറ്റുക. നിന്റെ ഫോൺ റിംഗ് ചെയ്തപ്പോ എന്റേതാണെന്നും പറഞ്ഞ് ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. പിന്നെ മുജീബിനെ കൊണ്ട് സത്യം പറയിക്കാനുള്ള ഓരോ പരീക്ഷണങ്ങളാണ്. മുജീബിനെ തല്ലുന്നു, പുഴുങ്ങുന്നു, കുത്തിയെടുക്കുന്നു. അപ്പോഴാണ് മല്ലുവിന്റെ റീ എൻട്രി. നഗരത്തിൽ മൊത്തം ബോംബ് സെറ്റാക്കി വെച്ചിട്ടാണ് മല്ലു സിംഗ് പോലീസുകാരെ ഫോൺ വിളിക്കുന്നത്. कितना बुरा लगता होगा तुम्हारे साइबर टीम को. പക്ഷെ എപ്പോഴത്തെയും പോലെ ആ കോൾ ട്രേസ് ചെയ്യാൻ നമ്മുടെ പോലീസ് ടീമിന് പറ്റുന്നില്ല. അപ്പോഴാണ് ദുർഗപ്രസാദ് അയാളുടെ അനിയനായ ബുദ്ധിജീവിയെ ടീമിലേക്ക് എടുക്കുന്നത്. He can do the decrypting. കമ്പ്യൂട്ടർ തുറന്നു വെച്ച് പിന്നെ ലക്ഷ്മണന്റെ ഒരു പട്ടിഷോ ഉണ്ട്. എന്തായി? കിട്ടിയില്ല. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയോ ദുർഗപ്രസാദ് മല്ലു സിംഗിന്റെ താവളത്തിലെത്തും. നേരാവണ്ണം ഒരാളെ ഷൂട്ട് ചെയ്യാൻ അറിയാത്ത ഇയാളാണ് ഈ കേസ് തെളിയിക്കാൻ പോണത്. വെട്ടലും പുഴുങ്ങലൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് മുജീബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, അയാൾക്ക് ഭാഗ്യമില്ല. അയാൾ വന്ന പോലെ തന്നെ തിരിച്ചു പോകും. ഇനി നിന്നെ റാഞ്ചി കൊണ്ടുപോകാൻ ഒരു കോപ്പനും വരില്ലടാ. Take it, sir. ഇനിയാണ് ഈ സിനിമയുടെ ആക്ഷൻ ക്ലൈമാക്സ്. तुम अपनी भाई की जिंदगी को दांव पे नहीं लगाओगे. I'm sure. അനിയന് വേണ്ടി ദുർഗപ്രസാദ് മല്ലുവിനെ ഷൂട്ട് ചെയ്യാതെ വെറുതെ വിടും എന്ന് കരുതിയ നിങ്ങൾക്കൊക്കെ തെറ്റി. എന്റെ അനിയന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് എന്റെ നാട്. ഈ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ നമ്മുടെ ദുർഗപ്രസാദിന് നേരത്തെ അറിയായിരുന്നു. പക്ഷെ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടും ദുർഗപ്രസാദ് ആരോടും പറഞ്ഞില്ല. ഇവരെ കൈയോടെ പിടിക്കാൻ ശ്രമിച്ചതുമില്ല. ഇനി എങ്ങനെയാണ് ദുർഗപ്രസാദ് അനിയന്റെ ചതി മനസ്സിലാക്കിയതെന്ന് നോക്കാം. എന്റേതെന്ന് കരുതി ഞാൻ നിന്റെ ഫോൺ എടുത്ത ദിവസം സീഡ് ഇസ് ഹെൽഡ് ബൈ ഫയർവാൾ അതെന്നെ ഹോണ്ട് ചെയ്തു. മുജീബ് എന്നുള്ള പേര് തിരിച്ചിട്ടു. അപ്പൊ ബീജമായി. ബീജം എന്ന് പറഞ്ഞ സീഡ് ഇസ് ഹെൽഡ് ബൈ ഫയർവാൾ. അമ്പോ, വല്ലാത്ത ഡീകോഡിംഗ് ആണ് കേട്ടോ. അപ്പൊ തീവ്രവാദിയുടെ പേര് സുഖു എന്നാണെങ്കിൽ ഇയാൾ എങ്ങനെ ഡീകോഡ് ചെയ്യാ? ഈ പടം തുടങ്ങി 5 മിനിറ്റ് ആകുമ്പോഴേക്കും ദുർഗപ്രസാദിന്റെ അമ്മ കണ്ടുപിടിച്ചു ഇവൻ തീവ്രവാദിയാണെന്ന്. ഈ തീവ്രവാദിയുടെ ആക്ടിവിറ്റീസ് ഒന്ന് അന്വേഷിക്കണേ. പക്ഷെ ദുർഗപ്രസാദിനെ അത് കണ്ടുപിടിക്കാൻ അനിയൻ ഒരേപോലത്തെ ഫോൺ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. എന്റെയും നിന്റെ ഒരേ മോഡൽ ഫോൺ ആയതുകൊണ്ട് എനിക്കെപ്പോഴും മിസ്റ്റേക്ക് പറ്റുക. അനിയന്റെ കയ്യിലുള്ള അതേ ടൈപ്പ് ഫോണാണ് തന്റെ കയ്യിലുള്ളത് എന്നതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇവിടെ തെളിയുന്നത്. അല്ലാതെ ദുർഗപ്രസാദിന്റെ കഴിവുകൊണ്ടൊന്നല്ല. സ്വന്തം വീട്ടിൽ ഒളിഞ്ഞിരിക്കണ തീവ്രവാദിനെ കണ്ടുപിടിക്കാനാണ് ഇയാൾ നാട് മൊത്തം അലഞ്ഞ് ബീജം, വിത്ത്, കൃഷി. ദുർഗപ്രസാദ് അവസാനം അനിയനെ മല്ലു സിംഗിനൊക്കെ വെടിവെച്ച് കൊന്നിട്ട് സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ കൈയടിച്ചത് പ്രൊജക്ട് റൂമിൽ ഉണ്ടായിരുന്ന ചേട്ടൻ മാത്രം.